എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകളുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുകയാണ്. +1 +2 എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് റെഗുലർ വിഭാഗം ഉണ്ടാവും, അതായത് ആദ്യമായിട്ട് +1 +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതായത് +2 തോറ്റ ശേഷം ജയിക്കാൻ വേണ്ടി +1ലെയോ +2ലെയോ സബ്ജക്റ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കോൾ കേരള അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിവിധ വിദ്യാർത്ഥികളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 +2 ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വിദ്യാർത്ഥികൾക്ക് വേണം, അതുപോലെ തന്നെ A+ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി +2 പരീക്ഷ ജയിച്ചിട്ടില്ല അല്ലെങ്കിൽ +1 പരീക്ഷയിൽ ജയിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വെച്ചിട്ടാണ് ആഡ് ചെയ്യുക, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 20 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും എങ്ങനെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു വിദ്യാർത്ഥി +1 +2 പരീക്ഷകൾ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 60 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് +1ൻ്റെ നോക്കാം, അതുപോലെ തന്നെ ഈ ഒരു +2ൻ്റേത് കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് +1 ആണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 18 മാർക്കാണ്, അതുപോലെ തന്നെ 80 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. ഇനി അതേസമയം +2 ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ 60 മാർക്കിൻ്റെതിൽ 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ ഓരോ വർഷവും 18 മാർക്ക് വെച്ച് 60 മാർക്കിൻ്റെ വിഷയത്തിലും, അതുപോലെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ +1ന് 24 +2ന് 24 വെച്ച് വാങ്ങിക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കണമെന്നില്ല. ചില വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം തന്നെ മികച്ചൊരു മാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും അതായത് +2ലും നല്ലൊരു മാർക്ക് തന്നെ ഉണ്ടാവും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു 18 മാർക്കോ 24 മാർക്കോ ഓരോ വർഷത്തിലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി ജയിക്കുന്നതിനായിട്ട്, അതായത് +1 +2 ഓവറോൾ ജയിക്കുന്നതിനായിട്ട് ഇത്ര മാർക്ക് മതി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ വിദ്യാർത്ഥികൾ നേടേണ്ടത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു 30% മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, 2 വർഷം കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് +2ന് പരിശോധിക്കുന്നതിനായിട്ട്, അതായത് +2ന് പരിശോധിക്കുന്നത് നിങ്ങളുടെ +1 +2ലെ 2 വർഷത്തെ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷയിലെ മാർക്ക് നോക്കിയിട്ടാണ്. +1 വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് 18 മാർക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മതി, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അവർക്ക് 24 മാർക്ക് മാത്രമേ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് അത് +2 പരീക്ഷയിൽ ജയിക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി +2 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. +2 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് +2ന് ഇത്ര മാർക്ക് ലഭിക്കണം എന്നുള്ളതല്ല നോക്കുന്നത്, നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് +1 +2 ടോട്ടൽ മാർക്ക് നോക്കും. അതായത് +1 +2ൻ്റെ ഈ ഒരു ടോട്ടൽ മാർക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് 2 വർഷത്തെ എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ 24 ടോട്ടൽ കൂട്ടിയിട്ട് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കുക. അതായത് 2 വർഷത്തെ ആകെ മാർക്ക് നിങ്ങൾക്ക് 60 മാർക്ക് സബ്ജക്റ്റിൽ 36ഉം അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്കും പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 36 മാർക്ക് 2 വർഷത്തെ ആ ഒരു സബ്ജക്റ്റിൻ്റെ 60 മാർക്കാണെങ്കിൽ അതിൽ 36 മാർക്ക് 2 വർഷം കൂടി വാങ്ങിക്കണം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് 2 വർഷത്തെ സബ്ജക്റ്റിൻ്റെ മാർക്കിനത്തിലായിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. അതായത് നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +1ന് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അടുത്ത +2 പരീക്ഷയിൽ 26 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു +2 ടോട്ടൽ 36 മാർക്ക് കിട്ടി ആ ഒരു പരീക്ഷ ജയിക്കും. അതായത് ഈ ഒരു രീതിയിലാണ് 60 മാർക്കിൽ ഈ ഒരു +2 വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതായത് 2 വർഷത്തെ മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്കും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്കും കിട്ടിയാലാണ് ഒരു വിദ്യാർത്ഥി ആ ഒരു 2 വർഷത്തെ സബ്ജക്റ്റ് ടോട്ടൽ ഓവറോൾ ആയിട്ട് ജയിക്കുകയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 18 മാർക്കാണ് വേണ്ടത്, 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്കാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2026 ജൂൺ മാസത്തിൽ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടക്കും. അതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം ഈ വർഷം സെപ്റ്റംബർ മാസത്തോടെയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെയൊക്കെയാണ് വരിക. അപ്പോൾ ആ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് 3 വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് പരീക്ഷ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എഴുതാൻ വിട്ടുപോയ സബ്ജക്റ്റും അതോടൊപ്പം തന്നെ ഈ ഒരു 3 സബ്ജക്റ്റ് എക്സ്ട്രാ ആയിട്ട് സേല ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 18 മാർക്കോ അതുപോലെ 80 മാർക്കിൻ്റെതിൽ 24 മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ +2 ജയിക്കും. ഈ ഒരു മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത് +2 വിദ്യാർത്ഥികളുടേതാണ്. +2 വിദ്യാർത്ഥികൾ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ 18 അതുപോലെ 24 മാർക്ക്, അതായത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക്, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ 24 ടോട്ടൽ കൂട്ടിയിട്ട് 48 മാർക്ക്, അതായത് 2 വർഷത്തെ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 48 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 36 മാർക്ക് കിട്ടണം. അത് ഈ ഒരു രീതിയിൽ 18 വെച്ച് ഓരോ വർഷം വാങ്ങിക്കണമെന്നില്ല. ടോട്ടൽ കൂട്ടുമ്പോൾ 36 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ, അത് ഗ്രേസ് മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് 32 കിട്ടിയിട്ടുള്ളെങ്കിലും അതിനോടൊപ്പം 4 മാർക്ക് ആഡ് ചെയ്ത് അതിനെ, അതായത് ഈ ഒരു നല്ലൊരു മാർക്കായിട്ട്, അതായത് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വിദ്യാർത്ഥികൾ +2 പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ മറ്റു സബ്ജക്റ്റുകൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ തോൽക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ +2 തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് +2ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ മെയ് മാസത്തിൽ നടക്കും. മെയ് മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വരുന്ന സമയമാണ്. ഈ ഒരു +2 റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ +2 തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +2ൻ്റെ സേ പരീക്ഷയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾ +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഒരു വിഷയത്തിൻ്റെ അതായത് മാർക്ക് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എഴുതേണ്ടത് +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. ഈ ഒരു 2 പരീക്ഷയുടെയും രജിസ്ട്രേഷൻ ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഏത് വിഷയമാണ്, അതായത് ഏത് രീതിയിലാണ് പരീക്ഷ എന്നത്, അതായത് തോറ്റ സബ്ജക്റ്റ് ജയിക്കുന്നതിനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കുന്നതിനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷയും, അതുപോലെ തന്നെ ജയിച്ച സബ്ജക്റ്റിൻ്റെ മാർക്ക് ഒന്നുകൂടി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമാണ് എഴുതേണ്ടത്. ഒരു വിഷയം മാത്രമേ ഈ ഒരു +2ൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് +2ൻ്റെ ഗ്രേസ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്ന് നോക്കാം. നിങ്ങൾ +1 ആണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ +1ൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഇതുപോലെ TE, അതുപോലെ തന്നെ CE, അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. ഇതിൽ GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് എന്നുള്ളതാണ്. ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ഇതേ രീതിയിൽ GM എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു GM എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് എന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു, അതായത് എത്ര മാർക്കാണ് തന്നിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ റിസൾട്ടിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികൾ ആണെങ്കിൽ +2ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതുപോലെയാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ റിസൾട്ട് ഷീറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ആ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ TE, CE ഈ ഒരു അതുപോലെ തന്നെ ടോട്ടൽ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ GM എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം ഉണ്ടാകും. അത് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ +1ന് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വെച്ച് ഗ്രേസ് മാർക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതേ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഇയറിൻ്റേത്. സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ഭാഗത്തും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് TE, അതുപോലെ തന്നെ CE, PE, അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു TE എന്ന് പറഞ്ഞാൽ ഈ ഒരു പരീക്ഷയിൽ ലഭിച്ച മാർക്ക്, CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക്, PE എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക്, അതുപോലെ തന്നെ ഇതിനോടൊപ്പം GM എന്ന് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും എത്ര വെച്ചാണ് ഗ്രേസ് മാർക്ക് ഡിവൈഡ് ചെയ്ത് നൽകിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര മാർക്കാണ് ടോട്ടലായിട്ട് കിട്ടിയുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് TE എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂന്നാമത്തെ ആ ഒരു കോളം കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് TE എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 36 മാർക്ക്, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്ക്, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് അവിടെ ആ ഒരു മാർക്ക് ലഭിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് GM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണാൻ പറ്റും. അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ, അതായത് ഈ ഒരു കോളം നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 120ലാണുള്ളത്. അതായത് 2 വർഷത്തെ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ 60 120ലാണ്. അപ്പോൾ അതിൻ്റെ നേരായിട്ട് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് 36 എന്നതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 എന്നും, അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കോളത്തിൻ്റെ നേരെ നിങ്ങൾക്ക് 6 മാർക്കും നൽകിയിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കും ഈ ഒരു എഴുത്ത് പരീക്ഷയിലെ മാർക്കും ടോട്ടൽ കൂട്ടുമ്പോൾ 36 കിട്ടുകയും അതുവഴി നിങ്ങൾ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു കറുത്ത മഷിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
ചില സമയത്ത് ചുവപ്പ് കളറാണോ എന്നുള്ളത് അറിയില്ല. ഏകദേശം ബ്ലാക്ക് ഇങ്കിലായിരിക്കും കൃത്യമായിട്ട് ആ ഒരു ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. A+ കിട്ടാനായിട്ട് നിങ്ങളുടെ +1 +2വിൻ്റെ ടോട്ടൽ മാർക്കാണ് സാധാരണഗതി നോക്കുന്നത്. അതായത് ആകെ മാർക്കിൻ്റെ 90%. അതായത് +1 ആയാലും +2 ആയിരുന്നാലും ആകെ മാർക്കിൻ്റെ 90% മാർക്കാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടാനായിട്ട് വേണ്ടത്. അതായത് 180 മുതൽ 200 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഈ ഒരു 150 അതുപോലെ തന്നെ 200 അല്ലെങ്കിൽ ഇതിന് ഇടയിലായിട്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു A+ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.